യുദ്ധത്തിൽ നിനക്ക് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നൂടെ? നിന്നെ ഞാൻ രാജാവായി വാഴിക്കും. അത് നിന്റെ ജന്മാവകാശമാണ്. മാതാവേ, ഈ ജന്മത്തിൽ അങ്ങയെ കാണുവാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനാണ്. പക്ഷേ എനിക്ക് ദുര്യോധനനെതിരായി നിൽക്കുവാൻ സാധിക്കില്ല. അതിപ്പോൾ ദൈവം വന്നിറങ്ങി പറഞ്ഞാലും അങ്ങനെയാണ്. പക്ഷേ ഞാൻ മാതാവിനൊരു വാക്ക് തരാം. എൻ്റെ സഹോദരന്മാരെ ഞാൻ വധിക്കില്ല. മാതാവിന് യുദ്ധം കഴിയുമ്പോൾ 5 മക്കൾ തന്നെയാവും ഉണ്ടാവുക. അർജുനൻ അല്ലെങ്കിൽ ഞാൻ, ഇവരിൽ ഒരാളെ യുദ്ധം കഴിയുമ്പോൾ ഉണ്ടാവും. ആരാണ് നാം അറിയാത്ത നമ്മുടെ ആ സഹോദരൻ? ജനിച്ചപ്പോൾ മുതൽ അവന് ഒരു സംരക്ഷണവും ലഭിച്ചിട്ടില്ല. അവന് അതിന്റെ ആവശ്യവും വേണ്ടി വന്നിട്ടില്ല.